ഒന്നും ചെയ്യാതെ അവസരത്തിലും ഈ ഹൃദയത്തിൽ കുത്തുന്ന സ്വഭാവം എനിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടാകില്ല, പക്ഷേ നമ്മുടെ വാക്ക് അങ്ങനത്തെയാണ്, മുറിപ്പെടുത്തുന്നതാണ്, ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളാകും. ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ പണ്ടുകാലത്ത് നടന്ന കാര്യങ്ങളെ കുടുംബത്തിലാകും വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ് അവരൊന്ന് മുറിപ്പെടുത്തിയാൽ മാത്രമാണ് സന്തോഷം ലഭിക്കുള്ളൂ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ആ പടയാളിയെ പോലെ ഒരു വ്യക്തി, ഒരു സ്വഭാവം എനിക്കും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. ഭർത്താവിനെ കുറിച്ചാകാം, ഭാര്യയെ കുറിച്ചാകാം, മക്കളെ കുറിച്ചാകാം, എവിടെയെങ്കിലും ഒന്ന് വീണതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറ്റി പാകപ്പിഴകളാകാം. എപ്പോഴിങ്ങനെ ഈ സുഹൃദേപം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? ഒന്നും ചെയ്തില്ലെങ്കിലും ഈ കുത്തുന്ന സ്വഭാവം നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. മരിച്ചു കഴിഞ്ഞിട്ടും എന്തിനാണ് ആ ഹൃദയത്തിൽ വീണ്ടും ഒന്ന് കുത്തിയതെന്ന് ചോദിച്ചാൽ ഒരു രസം അല്ലേ? ഈ രസം അനുഭവിക്കുന്ന വ്യക്തിയാണോ നമ്മൾ ഓരോരുത്തരും? രസം അനുഭവിക്കുമ്പോൾ ഓർക്കുക, അവരും മനുഷ്യരാണ്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പരിശ്രമിക്കുക.